സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ എനിക്ക് പണി തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും. അപ്പോൾ എസൻസ് സംഘികൾ പറയുന്നത് ഞാൻ തെറിവിളിച്ചിട്ടാണ് എനിക്കെതിരെ കേസുകൾ ഉണ്ടായത് എന്നാണ്. എന്തായാലും ആദ്യം എനിക്ക് കിട്ടിയ നോട്ടീസ് ഒന്ന് നോക്കാം. നമ്മളെല്ലാവരും പറയുന്നത് തെളിവുകൾ നയിക്കട്ടെ എന്നാണല്ലോ. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോർട്ട്, കാസർഗോഡ്. പെറ്റീഷണർ ദ സ്റ്റേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കുമ്പള പോലീസ് സ്റ്റേഷൻ. ഇത് എൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ, കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ എൻ്റെ പോലീസ് സ്റ്റേഷനാണ്. കൗണ്ടർ പെറ്റീഷണർ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി. റീഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കുമ്പള IPS. ഇതിൽ പറയുന്നു, whereas information has been laid before this court from the report submitted by the Inspector of Police, Kumbala, PS Police Station, Delhi, countersigned by Subdivisional Police Officer, Kasaragod Subdivision, Kasaragod, that above counter petitioner who is residing within the limits of jurisdiction of this court is likely to cause breach of peace and disturb public tranquility in locality. അതായത് ആ സ്ഥലത്ത് ഞാൻ അവിടുത്തെ സമാധാനവും ശാന്തിയുമൊക്കെ തകർക്കുന്ന ഒരാളായി മാറി, കാരണക്കാരനായി എന്നാണ് അവിടുത്തെ കോടതിയും ഇൻസ്പെക്ടറും കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. PS കേസ് നമ്പർ 572/2024. ഇത് യേശുവിനെ പെൺകെട്ട് വീരനെന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. ക്രൈം നമ്പർ 1050/2023. ഇത് ശിവലിംഗത്തെ അപമാനിച്ചു എന്നുള്ള കേസാണ്. അണ്ടർ സെക്ഷൻ 153 IPC. ക്രൈം നമ്പർ 950/2020. ഇത് 2020 കേസാണ്. അണ്ടർ സെക്ഷൻ 153. 2020 അയ്യപ്പനെ അപമാനിച്ചു എന്നുള്ള കേസാണ് എനിക്കെതിരെ ഇട്ടത്. ദ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓഫ് കുമ്പള PS has further reported that the counter petition is continuing unlawful act of violence and thereby creating serious disturbance in public tranquility of locality, and such unlawful act cannot be prevented otherwise by initiating action under section 126. ഈ 126 ആക്ഷൻ 126 നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കും. അത് നാട്ടിൽ കലാപത്തിന് കാരണമാകും, ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. 50,000 രൂപയും 2 ആൾ ജാമ്യവും ആവശ്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. പക്ഷെ പോയപ്പോൾ ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് പലർക്കും ചിരിയൊക്കെ വരുന്നുണ്ടാവും. അത് സാരമില്ല. അപ്പോൾ ഈ നോട്ടീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള കേസുകളൊക്കെ അതിലുണ്ട്. മാത്രമല്ല, ഇനിയും ഞാൻ ഇതേപോലെയുള്ള പരിപാടികൾ തുടർന്നാൽ കാപ്പയടിച്ചിട്ട് ചിലപ്പോൾ നാടൊക്കെ കടത്താൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ വക്കീലന്മാരോടൊന്നും ചോദിച്ചിട്ടില്ല. നിയമപരമായിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര അവഗാഹമില്ല. അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ. എന്തായാലും എനിക്ക് നന്നായിട്ട് പണി വന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോൾ ജാമ്യത്തിനൊന്നും ആളൊന്നുമില്ല, 2-3 ദിവസം കൊണ്ടല്ല ഹാജരാകും പറഞ്ഞു. ഇതിൽ ഡേറ്റും വ്യത്യാസമുണ്ട്. പറഞ്ഞു, ഒന്നുകിൽ 50,000 രൂപ കെട്ടി വെക്കുക, അല്ലെങ്കിൽ 2 ആൾ ജാമ്യം ആയിട്ട് വരിക എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇപ്പോൾ 50,000 രൂപ എടുക്കാനില്ല, ജാമ്യത്തിനും ആളില്ല. അപ്പോൾ മാർച്ച് 13-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നോക്കണം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ക്രൈം നമ്പർ 52/2024 അണ്ടർ സെക്ഷൻ 192. ഇതിൻ്റെ കേസ് 2-ാം തീയതി വേറെ കോടതിയിൽ നടന്നു. അപ്പോൾ മജിസ്ട്രേറ്റ് വേറെയാണ്, കോടതി വേറെയാണ്. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ RDO തന്നെയാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും. കോടതി എന്ന് പറഞ്ഞാൽ വേറെ സെറ്റപ്പ്, അത് സാധാ കോടതിയാണ്. അപ്പോൾ അവിടെയാണ് കേസ് വിളിച്ചത്. അപ്പോൾ 2-ാം തീയതി ഞാൻ പോയപ്പോൾ കഴിഞ്ഞ 2 തവണയും ഉള്ള അതേ ജഡ്ജി തന്നെയായിരുന്നു ഇപ്പോഴും. ആദ്യം വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, കേസ് കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. കാരണം ഞാൻ കലാപമൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ പോസ്റ്റ് കാണുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്യുക, അതിൽ മറ്റു വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മതത്തെയും വിമർശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കേണ്ട ഒരു മൂടൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശമൊന്നും എനിക്കില്ല. ഇപ്പോൾ കലാപം ഉണ്ടാവാതിരിക്കുക, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് ആൾക്കാർ വാളും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങുന്നത് ഈ സമൂഹത്തിൽ ഭീകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ദൈവത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രതികരിക്കും, മനുഷ്യന്മാർ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞു ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ജാമ്യക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ തോർത്തും ഒരു ദിവസത്തെ ഡ്രസ്സും തുണിയും ഒക്കെ ആയിട്ടാണ് പോയിരുന്നത്. മുമ്പ് ഞാൻ ജയിലിൽ പോയതാണല്ലോ. മുമ്പ് ശിവലിംഗത്തിൻ്റെ കേസിലാണ് 5 ദിവസം ജയിലിൽ കിടന്നത്. അപ്പോൾ ഇനി ക്രിസ്ത്യാനികളുടെ ജയിലും കൂടി കിടന്നു കഴിഞ്ഞാൽ മതസൗഹാർദ്ദമായി. അപ്പോൾ മറ്റു കേസുകളൊക്കെ വിളിച്ച് അവസാനം എന്നെ വീണ്ടും വിളിച്ചു, കുറ്റം സമ്മതിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇത് ആവർത്തിക്കണമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുമ്പ് ഹിന്ദുക്കളുടെ കേസായിരുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനികളുടേതായി, ഇപ്പോൾ മതസൗഹാർദ്ദമായി. പിന്നെ ഞാൻ തിരുത്തി പറഞ്ഞു, ഇല്ല, മുസ്ലിങ്ങൾ എനിക്കെതിരെ ഇന്ത്യയിൽ കേസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി എന്നോട് ചോദിച്ചു, ദുബായിൽ 2 വർഷം കിടന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ദുബായിലാണ്. അപ്പോൾ മതസൗഹാർദ്ദപരമായി എല്ലാ മതക്കാരുടെയും ജയിലിൽ കിടന്ന ഒരാൾ ആയല്ലോ എന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഇത് നിർത്താനുള്ള പരിപാടിയൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സമൂഹവും നന്നാവുന്നില്ല, ഞാനും നന്നാവുന്നില്ല. എന്നാൽ പറഞ്ഞു ജയിലിലേക്ക് പൊക്കോ എന്നും പറഞ്ഞിട്ട് തന്നെ ജയിലിലേക്ക് അയച്ചു. അപ്പോൾ കോടതിയിൽ ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും പോലീസ് ഉണ്ടാവും. അപ്പോൾ ആ പോലീസുകാരൻ സ്റ്റേഷനിൽ വിളിച്ച്, കുമ്പള സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പ്രതിയെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ ജീപ്പ് വന്നു. ജീപ്പിൽ പോലീസുകാരനൊക്കെ ഉണ്ട്. അന്ന് അവിടുത്തെ സി ഐയും വന്നു. സി ഐയും ഞങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കയ്യിൽ വിലങ്ങൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ പോലീസുകാരൻ്റെ കയ്യിൽ വിലങ്ങൊന്നും ഇട്ടിട്ടില്ല. ഇപ്രാവശ്യവും വിലങ്ങിട്ടിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു ഗുണം. ദുബായ് പോലീസുകാർ എന്നോട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാനിങ്ങനെ മറ്റു മതങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ ഇവൻ മതം മാറുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ ഇൻബോക്സിലൊക്കെ വരും. അപ്പോൾ ഈ വിശ്വാസികൾ ചിന്തിക്കുന്ന ചിന്തയും എൻ്റെ ചിന്തയും ഒക്കെ വേറെ ലെവലാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂ കാഴ്ചപ്പാടം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എസൻസുകാർക്കും അത് മനസ്സിലാവില്ല. കാരണം അവർ സംഘികളാണ്. ഒരു മത ഗോത്രീയ കാഴ്ചപ്പാടിലൂടെയാണ് അവർ നീങ്ങുന്നത്. അപ്പം ഞാൻ ഏത് മീറ്ററിലാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ സി ഐ വന്നു. സി ഐ വന്നിട്ട് വണ്ടിയിലിരുന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു, പോകുന്ന വഴിക്ക് സംസാരിച്ചു. അപ്പോൾ പോലീസിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അഭിപ്രായം. അല്ല, അപ്പോൾ സി ഐ പറഞ്ഞു പൊതുവേ ഈ പ്രതികൾക്ക് പോലീസുകാരോട് മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. കാരണം അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ നിയമം നടപ്പിലാക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. എനിക്ക് നിയമത്തെയും വല്ലാണ്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം 153 എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കെതിരെ മാറ്റില്ല, പി സി ജോർജിനെതിരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ തമ്മിൽ തല്ലാനും ചാവാനൊക്കെ പോകുന്നൊരു മണ്ടന്മാരും മൂളകളും ക്രിമിനൽസും ഒക്കെയാണ് നമ്മുടെ സമൂഹം. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൽ എന്നെ ജയിലിലിടുന്നത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. നമ്മളത് അംഗീകരിക്കുകയാണ്. ഈ സമൂഹത്തിലുണ്ടാകുന്ന നിയമങ്ങൾക്ക് ഞാനും കൂടി ഉത്തരവാദിയാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ 140 കോടി ഉടമസ്ഥരിൽ ഒരാളാണ്, പാർട്ട്ണർമാരിൽ ഒരാളാണ് ഞാൻ. ചില സംഖ്യകൾ, കാട്ടുസംഖ്യകളൊക്കെ പാകിസ്ഥാനിലോട്ട് പോടാന്നൊക്കെ പറയും. അത് വിഷയമല്ല. കാരണം ബുദ്ധിയില്ലായ്മയാണ്. അവർക്ക് വിവരമില്ല. എന്താണ് രാജ്യമെന്നറിയില്ല, എന്താണ് സിസ്റ്റം എന്നറിയില്ല, എവിടെയാണ് സിസ്റ്റം പരാജയപ്പെടുക എന്നറിയില്ല, ജീവിക്കാൻ അറിയില്ല. ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് തുള്ളുന്ന പാവക്കുട്ടികൾ, ബൊമ്മകൾ മാത്രമാണ്, പമ്പരങ്ങൾ മാത്രമാണ് അവർ. അതുകൊണ്ട് നമ്മൾ ആ സെൻസിലേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ജയിലിലേക്ക് കയറാൻ നേരം എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അല്ല പൈസയൊക്കെ സി ഐ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു വേണ്ട. സി ഐ ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ചപ്പോൾ ആകെ 30 രൂപയേ ഉള്ളൂ. ആ 30 രൂപയിൽ ഞാൻ ചിലപ്പോൾ വിട്ട് കഴിഞ്ഞാൽ, ഇനി അഥവാ കോടതി വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റിൻ്റെ പൈസയാണത്. എന്തായാലും ജയിലിൽ കയറുന്ന സ്ഥിതിക്ക് ആ 20 രൂപ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചായക്ക് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചായക്കും കടിക്ക് വേണ്ടി 20 രൂപ ഞാൻ കൊടുത്തു. എന്നിട്ട് പോലീസുകാരൻ സി ഐ കൊടുത്ത ആ പൈസ കൊണ്ട് തിരിച്ച് പോലീസുകാരന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് സിഗ്നലിലൊക്കെ നടന്ന്, കയ്യിൽ വിലങ്ങൊന്നുമില്ല. പോലീസുകാരൻ എന്നെയും വിശ്വാസമാണ്, എനിക്ക് പോലീസുകാരനെയും വിശ്വാസമാണ്. അങ്ങനെ കയ്യിൽ വിലങ്ങൊന്നുമില്ലാതെ ഒരു സാധാ ഫ്രണ്ട്സുകൾ നടക്കുന്ന മാതിരി ഒരു പ്രതിയും പോലീസും ഒക്കെ കാസർഗോഡ് സബ് ജയിലിൻ്റെ പരിസരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചായയൊക്കെ കുടിച്ചു വന്ന് വണ്ടിയിൽ കയറി നേരെ സബ് ജയിലിലോട്ട് പോയി. അവിടെ അകത്ത് കയറി. അപ്പോൾ ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ശരി.